സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് ദാനമായി നൽകിയ ഈ ശരീരം, അത് വിശുദ്ധിയോടെയാണോ നമ്മൾ കൊണ്ടു നടക്കുന്നത് എന്ന് ആത്മശോധന ചെയ്യാം. അപ്പസ്തോല പ്രവർത്തനം 17-ാം അധ്യായം 24-ാം വാക്യം പറയുകയാണ്, യേശു മനുഷ്യനിർമ്മിതമായ ഒന്നിലും വസിക്കുകയില്ല. ദൈവം വസിക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, അത് മനുഷ്യന്റെ ശരീരം മാത്രമാണ്. ഈ ശരീരം ഉപയോഗിച്ച് നാം പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം യേശുവിന്റെ സന്നിധിയിൽ മാപ്പ് ചോദിക്കുക. വ്യഭിചാരിയും അശുദ്ധനും മദ്യപാനിയും പുകവലിക്കുന്നവനും ഇതേ രീതിയിലുള്ള മറ്റ് പ്രവർത്തനത്തിൽ അടിമപ്പെട്ട വ്യക്തികൾ ഒരിക്കലും ദൈവത്തെ കാണുവാനോ ദൈവം വസിക്കുന്ന ആലയമായി ഈ ശരീരത്തെ മാറ്റുവാനോ സാധിക്കില്ല. അവരുടെ മേല് സാത്താനാണ് ഭരണം നടത്തുന്നത്. യേശു അവരുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ, യേശു അവരിൽ വസിക്കണമെങ്കിൽ ഈ ശരീരത്തിൽ വിശുദ്ധി വേണം. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ലെന്ന് ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ലെന്ന് ഹെബ്രായർ 12:14 നമ്മൾ കാണുന്നുണ്ട്. നാം യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും വീണ്ടും വീണ്ടും പാപം ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ തിരിച്ചറിയുക, ഈ നിൽക്കുന്ന ഓരോ വ്യക്തിയുടെയും പാപപരിഹാരത്തിന് വേണ്ടി മാത്രമാണ് യേശുവിന്റെ ശരീരം മുഴുവൻ മുറിവേറ്റത്. മുറിവില്ലാത്ത ഒരു സ്ഥലം പോലും ആ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഓരോ വ്യക്തികളുമാണ് സഹോദരങ്ങളെ നിങ്ങൾ ഓരോരുത്തരും. ഈ നിൽക്കുന്നവരിൽ രോഗികളുണ്ടോ? യേശുവിൽ വിശ്വസിക്കുന്നെങ്കിൽ ആ മുറിവിനാൽ സൗഖ്യവുമുണ്ട്. ഇതെല്ലാം അറിഞ്ഞിട്ടും നമ്മൾ വീണ്ടും വീണ്ടും പാപം ചെയ്യുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമുക്ക് വേണ്ടി വിട്ടുകൊടുത്ത ആ ശരീരത്തിൽ വീണ്ടും വീണ്ടും നമ്മൾ അടിക്കുകയാണ് ചെയ്യുന്നത്, വീണ്ടും വീണ്ടും മുറിവേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. മടങ്ങിവാ, യേശുവിന്റെ സന്നിധിയിലേക്ക് മടങ്ങിവാ. പാപമില്ലാത്ത ഒരു ജീവിതം നയിക്കാൻ ഒരുങ്ങാം. പൂർണ്ണ സൗഖ്യവും വിടുതലും ഈ നിമിഷം അനുഭവിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ യേശുവേ, ഈ നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജനത്തിന്റെ മേൽ കരുണ വർഷിക്കണമേ. ഈ വ്യക്തിയെ ഭരിക്കുന്ന സാത്താൻ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. അനുദപിക്കുവാനുള്ള കൃപ കൊടുത്ത് അനുഗ്രഹിക്കണമേ യേശുവേ. പരിശുദ്ധാത്മാവേ, ഇവരെ ശക്തിപ്പെടുത്തണമേ യേശുവേ. അങ്ങ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ വിശുദ്ധിയിൽ ജീവിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിനക്കായി മാംസമായ ശരീരത്തെ ഉഴവുചാലു പോലെ നീ തകർത്തുവോ? നിനക്കായി മാംസമായ ശരീരത്തെ ഉഴവുചാലു പോലെ നീ തകർത്തുവോ? മാംസമണിഞ്ഞു ഭൂവിൽ വന്ന വചനത്തെ വസ്ത്രമൂരി മാറ്റി അപമാനിച്ചുവോ? മാംസമണിഞ്ഞു ഭൂവിൽ വന്ന വചനത്തെ വസ്ത്രമൂരി മാറ്റി അപമാനിച്ചുവോ? മാപ്പു തന്ന് എന്നെ അങ്ങിൽ ചേർക്കണേ, പൂർണ്ണമായി എന്നെ നൽകി ഞാനിതാ. യേശുവേ, മാപ്പു തന്ന് എന്നെ അങ്ങിൽ ചേർക്കണേ, പൂർണ്ണമായി എന്നെ നൽകി ഞാനിതാ. നിനക്കായി ദാഹിച്ച ആത്മനേ, കൈപ്പുനീർ നൽകി നിന്ദിച്ചുവോ? നിനക്കായി ദാഹിച്ച ആത്മനേ, കൈപ്പുനീർ നൽകി നിന്ദിച്ചുവോ? മാപ്പു തന്ന് എന്നെ അങ്ങിൽ ചേർക്കണേ, പൂർണ്ണമായി എന്നെ നൽകി ഞാനിതാ. യേശുവേ, മാപ്പു തന്ന് എന്നെ അങ്ങിൽ ചേർക്കണേ, പൂർണ്ണമായി എന്നെ നൽകി ഞാനിതാ.
ദാനമായി എന്നെ നൽകി ഞാനിതാ.